السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട്. അവരുടെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്. നീ പരിപൂർണ നിലക്ക് നീ ഹസിലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബോടുകൂടെ മാസപ്പിറവി കണ്ടാൽ നമ്മളിലേക്ക് സമാഗതമാകുന്നത്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമാകുന്നത് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ആ സമയത്ത് നമ്മൾ ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ രാവിലെ ഇന്ന് ഇൻഷാ അല്ലാഹ് ആദ്യ റമളാനിൻ്റെ ആദ്യ രാവാണ്. ഇന്ന് മാസം കണ്ടു കഴിഞ്ഞാൽ ഇന്ന് റമളാനിൻ്റെ ആദ്യ രാവാണ്. കേരളക്കരയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് റമളാൻ 1 നമുക്കിന്ന് ആദ്യ രാവാണ്. മാസം കാണുകയാണെങ്കിൽ ഇന്ന് ആദ്യ രാവ്. ഇൻഷാ അല്ലാഹ് ഈ ആദ്യ രാവിൽ നമ്മൾ ചെയ്യേണ്ട നിരവധി കാര്യങ്ങൾ 10 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്ന. എല്ലാവർക്കും മസ്അലപരമായിട്ട് ആളുകൾക്ക് തകരാറ് പറ്റുന്ന സംഭവങ്ങളാണ്, കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും ഒന്ന് നമ്മൾ വിട്ടുപോയാൽ നമുക്ക് വലിയ അപകടമായിരിക്കും. ഈ റമളാൻ നമ്മൾ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ തന്നെ കാരണമാകുന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആരും ഇത് ഒഴിവാക്കി കളയരുത്. പരിപൂർണമായിട്ട് കാണണം. 10 കാര്യങ്ങളും നമ്മൾ ഈ രാവിലെ ചൊല്ലേണ്ട അതിമഹത്താക്കപ്പെട്ട പ്രധാനമാക്കപ്പെട്ട ദിക്റുകളും ദുആകളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഏത് രാവാണ്, ഏത് ദിവസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നതെന്നുള്ള ബോധ്യം നമുക്ക് വേണം. കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് റജബ് മുതൽ നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങിയത് അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വ ശഅബാൻ വബല്ലിഅനാ റമളാൻ. റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആ റമളാൻ ഇതാ മിനിറ്റുകൾ മാത്രം ബാക്കിയാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മളിലേക്ക് അടുത്തു വരാൻ, ആ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ നമ്മളിലേക്ക് അടുത്തു വരാൻ ഏത് കാര്യങ്ങൾ ചെയ്താലും അതിൽ വലിയ ഗുണം ലഭിക്കുന്ന, ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസം. ഒരു സുന്നത്ത് ചെയ്താൽ അത് ഫർളിന്റെ കൂലി ലഭിക്കുന്ന മാസം. ആ മാസമാണ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ നമ്മളിലേക്ക് അടുത്തു വരുന്നത്. ഇതിൽ നമ്മൾ എന്തെല്ലാം കൊണ്ടാണ് നമ്മൾ തയ്യാറാകേണ്ടത്? ഇന്നത്തെ രാവിൽ നമ്മൾ എന്തെല്ലാമാണ് അധികരിപ്പിക്കേണ്ടത്? ഇന്നത്തെ പകലിൽ നമ്മൾ എന്തെല്ലാമാണ്, എന്ത് ദിക്റാണ് അധികരിപ്പിക്കേണ്ടത്? ഏത് ദുആയിനെയാണ് അധികരിപ്പിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്ന് മഗ്രിബ് വരെ, ഇന്ന് അസർ വരെ നമ്മൾ ഈ ദുആഇനെ പതിവാക്കണം. ഏതാണ് ആ ദുആ? റജബ് മുതൽ നമ്മൾ ദുആ ചെയ്ത ദുആ ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വ ശഅബാൻ വബല്ലിഅനാ റമളാൻ വഫഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ഈ ദുആഇനെ അസർ വരെ, ഇന്നത്തെ അസർ വരെ ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കണം. നമ്മൾ ധാരാളമായി അധികരിപ്പിക്കണം. കാരണം എപ്പോഴാണ് നമ്മളെ മൗത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെ മരണം
റമളാനിൽ പങ്കെടുക്കാതെയാണ് അള്ളാഹു നമ്മളെ റൂഹിനെ കൊണ്ടുപോകുന്നതെങ്കിൽ എൻ്റെ മുഅ്മിനീങ്ങളെ വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പ്രയാസമില്ലാതെ റമളാനിനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. അടുപ്പിക്കണേ തമ്പുരാനെ. ഓരോരുത്തരാണ് ഞങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത്. അല്ലാഹുവേ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഇന്ന ദിവസം പോലും ഞാൻ അങ്ങാടിയിലേക്ക് തിരിഞ്ഞപ്പോൾ കണ്ട ഒരു ചെറുപ്പക്കാരൻ, ഇന്നലെ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ കണ്ടപ്പോഴാണ്, അതിലൊരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഇന്നാലിന്ന ഈ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നത്, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ ആ യുവാവിൻ്റെ ആ സഹോദരൻ്റെ ഫോട്ടോ വെച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഇന്നലെ ഞാൻ അങ്ങാടിയിൽ നിന്ന് കണ്ടിട്ടുള്ളൂ, ഇന്നലെ ഞാൻ ടൗണിൽ നിന്ന് കണ്ടതാണ്. എത്ര പെട്ടെന്നാണ് അല്ലാഹുവേ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ടുള്ള ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ആക്സിഡന്റിൽ കൊഴിഞ്ഞു പോയതാണ് അല്ലാഹുവേ, അവിടുത്തെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. റമളാനിനെ സ്വീകരിക്കാൻ പോയതാണ് അല്ലാഹുവേ. ആ ചെറുപ്പക്കാരൻ്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ജീവിതകാലത്ത് വന്നുപോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ തെറ്റുകളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പുറത്തു മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. എപ്പോഴാണ് നമ്മളെ മൗത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ പവിത്രമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതിന് നമ്മൾ സ്വാഗതം ചെയ്യണം. അതുകൊണ്ട് ഈ ദുആഇനെ ഈ അസ്ർ വരെ വലിയ ഇജാബത്ത് ലഭിക്കുന്ന ദുആണ്. ദുആക്ക് വലിയ ഇജാബത്ത് ലഭിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ശഅബാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ നമ്മളെല്ലാവരും കൊതിച്ച്, അതായത് കഴിഞ്ഞ റമളാൻ അവസാനിക്കലോടുകൂടി നമ്മൾ കൊതിച്ചതാണ്, അല്ലാഹുവേ അടുത്ത റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അതാ നമ്മളെ പടിവാതിലിൽ വന്നു നിൽക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. കോട്ടങ്ങളില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടി രോഗങ്ങളൊന്നുമില്ലാതെ. നല്ല ചൂടാണ് ഇപ്പോൾ, അതികഠിനമായ ചൂടാണ്. ആ ചൂടത്ത് ക്ഷീണമോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ ആ റമളാനിനെ സ്വാഗതം ചെയ്ത് ആ 30 നോമ്പും ഒരു കേടുപാടില്ലാതെ നോറ്റ് വീട്ടുവാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഇന്ന് അസ്ർ വരെ ശ്രദ്ധിച്ചോ, ഇന്ന് അസ്ർ വരെ കയമ്പുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. ഇന്ന് അസ്ർ വരെ അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വ ശഅബാൻ വബല്ലിഅനാ റമളാൻ. ദുആ അധികരിപ്പിക്കും. പിന്നീട് രണ്ടാമതായിട്ടുള്ള കാര്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച 3 ദുആകൾ ചേർത്തിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഈ റമളാനിനെ സ്വാഗതം ചെയ്യുന്ന ദുആ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകലിൽ മഗ്രിബ് വരെ, അതായത് നിലാവ് കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യണം. ഈ ദുആ റമളാനിനെ സ്വാഗതം ചെയ്യുന്ന ദുആ. ഈ 3 ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ എൻ്റെ കൂടെ നിങ്ങളൊന്ന് ഏറ്റ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യ്. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക അല്ലാഹു ഹിലാലുർ റഷ്ദി വഖൈർ ഇൻഷാ അല്ലാഹ്. ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദുആ ഒരു 3 തവണ ആമൻതു ബില്ലാഹില്ലദീ ഖലഖക, ആമൻതു ബില്ലാഹില്ലദീ ഖലഖക. പിന്നെ ഇൻഷാ അല്ലാഹ് ഈ ദുആ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യേ. അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശ്ശഹരി ശഅബാൻ വജാഅ ബിശ്ശഹരി റമളാൻ. ഇത് ഹബീബ്
ഹബീബായ തങ്ങൾ ധാരാളമായി റമളാൻ അടുക്കുന്ന സമയത്ത് ദുആ ചെയ്ത ദുആ ആണ്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദുആ ആണ്. റമളാനിനെ സ്വാഗതം ചെയ്യുന്ന ഖൈറായ നിലയിൽ പ്രയാസങ്ങളില്ലാതെ റമളാനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ആ റമളാനിൽ ക്ഷീണങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, ഒരു പ്രയാസമില്ലാതെ ആ 30 നോമ്പെടുക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഈ ദുആഇൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ധാരാളമായി കൊണ്ടുവരിക. ഇന്നത്തെ പകലിൽ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ ഒരു ദുആ കൊടുക്കാം. ആ ദുആഇന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യണം. എന്തിനു വേണ്ടി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനാണ്. നമ്മൾ വലിയ ആഗ്രഹിച്ചതാണ് ഈ റമളാനിൽ കൂടാനും, ഇനിയും റമളാനിൽ കൂടാനും, ധാരാളം ഇബാദത്ത് ചെയ്യാനും നമ്മൾ ആഗ്രഹിച്ചതാണ്, കൊതിവെച്ചതാണ്. കാരണം ഇനി ഇങ്ങനെയുള്ളൊരു ഓഫർ നമുക്ക് കിട്ടുമോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെ അടുത്ത കൊല്ലം ആരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. എപ്പോഴാണ് ആരാണ് എന്നും നമുക്ക് പറയാൻ പറ്റൂല. അടുത്ത കൊല്ലം നമ്മളുണ്ടോ? റമളാനിന് സ്വാഗതം ചെയ്യാൻ നമ്മൾ ഉണ്ടാവോ? അത് നമ്മൾ അവസാനത്തെ റമളാനാണെങ്കിലോ അല്ലാഹുവേ ഈ റമളാനിന് ഒടുക്കത്തെ റമളാനാക്കി ഞങ്ങൾ നീ മാറ്റല്ലേ അല്ലാഹ്. ഇനിയും റമളാനിൽ പങ്കെടുക്കാനും ഇബാദത്തുകൾ ചെയ്യാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇത് നമ്മൾ ഒടുക്കത്തെ റമളാനായി മാറിയാൽ വലിയ നഷ്ടമല്ലേ നമുക്ക് മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് നേടിയതാണ്. അതിൽ നമുക്ക് എന്ത് വേണം? നോമ്പെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂടാണ്, കഠിനമായ ചൂടാണ്. കേരളക്കരയിൽ മൊത്തം കഠിനമായ ചൂടാണ്. അതുകൊണ്ട് അതിൽ ക്ഷീണമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് നമുക്ക് 30 നോമ്പെടുക്കണം. ഇബാദത്തുകൾ ചെയ്യണം. തറാവീഹ് നിസ്കരിക്കണം. ഖത്മുകൾ ധാരാളം പൂർത്തീകരിക്കണം. അതിനെന്ത് വേണം? നമുക്ക് ആഫിയത്ത് വേണം, അല്ലേ? ആരോഗ്യം വേണം. അതിലൊരു ക്ഷീണം നമുക്ക് ഉണ്ടാവരുത്. അതിന് വേണ്ടിയുള്ള ദുആ ആണ് ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കൊടുത്തത്. ഈ ദുആഇന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യും. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂറത്തുൽ മുൽക്കിനെ പാരായണം ചെയ്യാൻ. എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. ഒരു 30 ആയത്ത് മാത്രമുള്ള കുഞ്ഞൻ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത എന്താണ്? ഖബറിലെ ശിക്ഷയെ കുറക്കാൻ ഈ സൂറത്തുൽ മുൽക്കിനെ പോലുള്ള സൂറത്ത് ഖുർആനിലില്ല. അത്രയും ശ്രേഷ്ഠമായ സൂറത്താണ്. ഖബറിന്റെ അദാബിനെ തൊട്ട് കാവൽ ചോദിക്കാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ആ മുൽക്ക് സൂറത്തിന് ഇൻഷാ അല്ലാഹ് ഈ രാവിൽ നമ്മൾ ഓതണം. ഈ രാവിൽ നമ്മൾ കടന്നു വരുന്ന ഈ രാവുണ്ടല്ലോ, ഇന്നത്തെ രാവ്, റമളാൻ ആദ്യ രാവ്, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽ മുൽക്ക്. അധികരിപ്പിക്കുക. നമ്മളെ ഖബറ് റാഹത്താവണം. അദാബുകളില്ലാത്ത തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം നമ്മൾ ചെയ്ത നന്മകൾ അധികരിപ്പിക്കണം. നന്മകളെ കൊണ്ട് ഖബറ് നിറയണം. എൻ്റെ മുഅ്മിനീങ്ങളെ, ഖബറ് വിശാലമാകണം. അതുകൊണ്ട് ഇന്നത്തെ പകലിൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കിനെ പാരായണം ചെയ്യാം. റമളാൻ മാസപ്പിറവി കണ്ടാൽ ആ രാവിൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കിനെ ധാരാളമായി പാരായണം ചെയ്യാം. അഞ്ചാമത്തെ കാര്യം സൂറത്തുൽ ഫത്ഹിന്റെ പാരായണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്തുൽ ഫത്ഹ് സൂറത്തെങ്ങാനും ഓതിയാൽ നമ്മളെല്ലാ പ്രയാസങ്ങളും ഇന്നത്തെ പകലിൽ സൂറത്തുൽ ഫത്ഹ് ഓതൽ വലിയ ശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്.
നമ്മളെല്ലാ കാര്യം ഒന്ന് ഫതഹത്താവാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ. വലിയ പ്രയാസവും വലിയ പ്രതിസന്ധി ഉണ്ടാവും. നമ്മളെ ആഗ്രഹങ്ങളുണ്ട്, നമ്മളെ മുറാദുകളുണ്ട്, അതൊക്കെ ഒന്ന് ഹാസിലായി കിട്ടാൻ സൂറത്തുൽ ഫതഹ് ഇന്നത്തെ രാവിൽ ഓതിയാൽ അതിന് വലിയ ശ്രദ്ധയാണ്, അതിന് വലിയ ഗുണം ലഭിക്കും. സൂറത്തുൽ ഫതഹ് ഇന്നത്തെ രാവിൽ നമ്മൾ ഓതിയാൽ സൂറത്തുൽ ഫതഹിനെ നിങ്ങൾ കൊണ്ടുവരിക. നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ കടങ്ങൾ വീടാൻ, മകൻക്ക് ഹൈറായ ജോലി ലഭിക്കാൻ, ഒരു ഹൈറായ ഭവനം ലഭിക്കാൻ, ഒരു കുഞ്ഞിക്കാല് കാണാൻ, സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവാൻ, എന്തെല്ലാമാണോ ദുനിയാവിൻ്റെ ആഗ്രഹങ്ങൾ, നേടിയെടുക്കാനുള്ള ആഗ്രഹങ്ങൾ, അതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മളെ ഇന്നത്തെ രാവിൻ്റെ പോരിശ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിമഹത്താക്കപ്പെട്ട പോരിശയേറിയ രാവ്, പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവിൽ സൂറത്തുൽ ഫതഹിനോദ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ആറാമത്തെ കാര്യം നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ അത് സുലഭമാണ്. കാരണം വാട്സപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ കൈമാറുന്ന കാലമാണ്. പെരുന്നാൾ വരുന്ന സമയത്ത്, ഈദ് വരുന്ന സമയത്ത് നമ്മൾ ഈദുൽ മുബാറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സന്ദേശങ്ങൾ കൈമാറാറുണ്ട്. റമളാൻ മുബാറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശങ്ങൾ കൈമാറണം. അതായത് മഗ്‌രിബ് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ അയൽവാസിയെ കാണുന്ന സമയത്ത്, നിലാവ് കണ്ട് മാസപ്പിറവി കണ്ടാൽ ആശംസകൾ, സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. ഇൻഷാ അല്ലാഹ് ആശംസകൾ കൈമാറുക. അത് വലിയ സുന്നത്താണ്, അത് വലിയ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ഈ റമളാൻ മഗ്‌രിബോടുകൂടി നമ്മളിന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ അത് റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. അപ്പം നമ്മൾ ഈ കൈമാറലും ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ സുന്നത്താണ്, അതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുന്നത്. സുന്നത്തിന് ഫർളിൻ്റെ കൂലി ലഭിക്കുന്ന മാസമാണ്. സുന്നത്താക്കപ്പെട്ട ഒരു കാര്യം ചെയ്താൽ അത് ഫർളിൻ്റെ കൂലി നമ്മൾ റെക്കോർഡിൽ എഴുതപ്പെടുന്ന മാസമാണ് പവിത്രമാക്കപ്പെട്ട റമളാൻ. ഈ ചെറിയ സുന്നത്തുണ്ടല്ലോ, നമ്മൾ സന്ദേശങ്ങൾ കൈമാറുന്നത്, വാട്സപ്പിലൂടെ നമ്മളെ കൂട്ടുകാരെ വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ കുടുംബങ്ങളെ വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ സഹോദരന്മാരെ വിളിച്ചു പറയുന്ന ഈ സന്ദേശം ചെറിയൊരു സുന്നത്താണ്. അത് ഫർളിൻ്റെ കൂലിയായി ലഭിക്കും. സാരമായിട്ട് തള്ളണ്ട, എല്ലാം നേടട്ടെ. കാരണം ഈ ഒരു 30 ദിവസത്തിൽ എല്ലാം നമ്മൾ നേടണം, എല്ലാ കാര്യങ്ങളും നമ്മൾ നേടണം. എല്ലാ സുന്നത്തുകളും ഫർളായിക്കൊണ്ട് അതിൻ്റെ കൂലി കരഗതമാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അള്ളാഹു നമുക്ക് ഓഫറായി തന്ന മാസമാണ്. ഈ പവിത്രമാക്കപ്പെട്ട റമളാൻ മാസം നമുക്കൊരു ഓഫറായി തന്നതാണ്. എന്ത് ചെയ്താലും ഇരട്ടിക്കൂലി. നമ്മൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ലുലു മാളിലോ ഓഫർ ഇട്ടാൽ നമ്മൾ മണ്ടും, നമ്മൾ ഓടും അങ്ങോട്ട്. കാരണം അതായത് 150 രൂപയുടെ ഉദാഹരണം, ഫോർ എക്സാമ്പിൾ 150 രൂപയുടെ സർഫ് എക്സൽ, അതായത് സോപ്പും പൊടി, അലക്ക് പൗഡർ 150 രൂപയുടെ അലക്ക് പൗഡർ വെറും 99 രൂപ. ഇത്തരം ദിവസത്തിന് മാത്രമാണ്. നമ്മൾ ഓടോ ഇല്ലേ എല്ലാത്തിനും ഓഫർ ഇട്ടിട്ടുണ്ട്. പകുതി വില. നമ്മൾ ആ മാർക്കറ്റിലേക്ക് ഓടും. നമ്മൾ വണ്ടി എടുത്ത് ഓടും, എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യും. കാരണം എന്താ? അത് പകുതി വിലയായതുകൊണ്ട് ഓഫറാണ്. അതുപോലെ തന്നെയാണ് പവിത്രമാക്കപ്പെട്ട റമളാൻ മാസം. 12 മാസങ്ങളിൽ അള്ളാഹു ഒരു ഓഫറായി തന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ. എന്ത് നന്മ ചെയ്താലും ഇരട്ടി കൂലി, ഇരട്ടി പ്രതിഫലം. അതുകൊണ്ട് ഒഴിവാക്കണ്ട. ഈ ചെറിയ സുന്നത്തിനെ പോലും നമ്മൾ ഒഴിവാക്കി കളയേണ്ട. സന്ദേശങ്ങൾ അറിയിക്കണം. റമളാൻ പിറ കണ്ടാൽ സന്ദേശങ്ങൾ കൈമാറണം. ഇന്നാണ് പറയാൻ ഏറ്റവും ഉത്തമമായ ദിവസം. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പറഞ്ഞത്. റമളാൻ പിറ നമ്മൾ ഇന്ന് മഗ്‌രിബോടുകൂടി കണ്ടാൽ ആ സന്ദേശത്തെ കൈമാറുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. 7ാമത്തെ കാര്യം, റമളാനിൻ്റെ എല്ലാ രാത്രിയിലും കുളിക്കുക. എല്ലാ രാത്രിയിലും നമ്മൾ കുളിക്കണം. റമളാനിൻ്റെ എല്ലാ രാത്രികളിലും നമ്മൾ കുളിക്കണം.
പകല് നോമ്പുകാരനായി കുളിക്കല് അത് കറാഹത്താണ്. അതുകൊണ്ട് രാത്രികളിൽ നമുക്ക് കുളിക്കാം. രാത്രി വയർപ്പുള്ള പറഞ്ഞിപ്പോൾ എല്ലാം ചൂടാണല്ലോ, കഠിനമായ ചൂടാണല്ലോ, അതുകൊണ്ട് വയർത്ത് ഒട്ടി നിൽക്കരുത്. അതിൻ്റെ ദുർഗന്ധം, അത് പിശാചിന് ഏറ്റവും ഇഷ്ടം എന്താണ്? ദുർഗന്ധമാണ്. അതുകൊണ്ട് റഹ്മത്തിൻ്റെ മലക്കുകൾ, മലാക്കന്മാർ നമ്മളെ വീട്ടിലേക്ക് വരുന്നതാണ് റമളാനിൻ്റെ ഓരോരോ രാവുകൾ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? കുളിച്ച് നല്ല ശുദ്ധിയുള്ളതാവണം. നമ്മളെ ശരീരം, നമ്മളെ വസ്ത്രങ്ങൾ എല്ലാം ശുദ്ധിയുള്ളതാവണം. അതുകൊണ്ട് കുളിക്കണം. റമളാനിൻ്റെ രാത്രിയിൽ കുളിക്കൽ വലിയ സുന്നത്തുള്ള കാര്യമാണ്. ദുർഗന്ധത്തോടുകൂടി വിയർപ്പോടുകൂടി നമ്മൾ നിൽക്കരുത്. റമളാനിൻ്റെ രാത്രികളിൽ നമ്മൾ ഇങ്ങനെ കുളിക്കുക, അത് വലിയ സുന്നത്തുള്ള കാര്യമാണ്, മറന്നു പോകരുത്. എട്ടാമത്തെ കാര്യം നോമ്പിൻ്റെ നിയ്യത്താണ്. ഇന്നും മഗ്‌രിബോടുകൂടി റമളാൻ പിറ കണ്ടാൽ നമ്മൾ നിയ്യത്ത് വെക്കണം. ഓരോരോ ഷാഫി മദ്ഹബ് അനുസരിച്ച്, ഷാഫി മദ്ഹബ് പ്രകാരം ഓരോരോ നോമ്പിനും, അതായത് റമളാൻ 30 നോമ്പിനും ഓരോരോ നിയ്യത്തുകൾ നമ്മൾ വെക്കണം. മാലിക്കി മദ്ഹബ് പ്രകാരം ഒറ്റ നിയ്യത്ത് വെച്ചാൽ മതി. അതായത് നാളെ ഇന്ന് മഗ്‌രിബോടുകൂടി ഈ റമളാൻ 30 നോമ്പും ഞാൻ നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. മാലിക്കി മദ്ഹബ് പ്രകാരം ഇങ്ങനെ നിയ്യത്ത് വെച്ചാൽ മതി. അത് മറിച്ച് ഷാഫി മദ്ഹബിലോ, ഷാഫി മദ്ഹബ് എടുത്ത് നോക്കുമ്പോൾ ഓരോരോ നോമ്പിനും നമ്മൾ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ അന്നത്തെ നോമ്പ് നമ്മളിന്ന് ബാത്തിലായി. എന്ന് വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കോ ഇല്ല, നോമ്പുകാരനെ പോലെ നിൽക്കണം. എന്നിട്ട് പിന്നീട് ഒരിക്കൽ ഇൻഷാ അല്ലാഹ് അത് വീട്ടുകയും ചെയ്യണം. അങ്ങനെയാണ് നോമ്പിൻ്റെ നിയ്യത്ത്. അതുകൊണ്ട് ഓരോരോ നോമ്പിനും നമ്മൾ നിയ്യത്ത് വെക്കണം. ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട്, മാലിക്കി മദ്ഹബിൽ പറഞ്ഞതുപോലെ ഒറ്റ നിയ്യത്തുകൊണ്ട് വെച്ചാൽ മതിയോ എന്ന്. പറ്റൂല. ഷാഫിഈ മദ്ഹബിൽ ഓരോരോ നോമ്പിനും നമ്മൾ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. അതാണ് നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ കാര്യങ്ങൾ. ഒമ്പതാമത്തെ കാര്യം സുഗന്ധം ഉപയോഗിക്കൽ വലിയ സുന്നത്തുണ്ട്. എപ്പോഴും പകലിലോ അല്ല, പകലിലല്ല, രാത്രിയിൽ നമ്മൾ സുഗന്ധം ഉപയോഗിക്കണം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കുളിക്കേണ്ട ആ ഭാഗത്ത് പറഞ്ഞതുപോലെ റഹ്മത്തിൻ്റെ മലാക്കന്മാർ ഇറങ്ങി വരുന്ന സമയമാണ് റമളാനിലെ ഓരോരോ രാവുകളിലും ഓരോരോ രാത്രിയിലും. അതുകൊണ്ട് ആ രാത്രിയിൽ നല്ല സുഗന്ധം ഉപയോഗിക്കാം. മഗ്‌രിബിൻ്റെ സമയത്ത്, തറാവീൻ്റെ സമയത്ത്, ഇശാൻ്റെ സമയത്ത് സുഗന്ധം ഉപയോഗിക്കാം. പകൽ കറാഹത്താണ്, നോമ്പ് മുറിയൊന്നുമില്ല, കൂലി കുറഞ്ഞു പോകും. നമ്മൾ കഷ്ടപ്പെട്ട് ചൂടൊക്കെ സഹിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്നത് കൂലി ലഭിക്കാനാണ്, ധാരാളം ശ്രദ്ധ ലഭിക്കാനാണ്. അപ്പം ഈ അത്തരം കൂടി പൂശിക്കഴിഞ്ഞാൽ, സുഗന്ധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂലി നഷ്ടപ്പെട്ടു പോകും. കറാഹത്താണ് സുഗന്ധം ഉപയോഗിക്കൽ. നോമ്പുകാരന് കറാഹത്താണ്, പാടില്ല. കറാഹത്താണ്, നോമ്പ് മുറിയൊന്നുമില്ല, കറാഹത്താണ്. അതുകൊണ്ട് തിരിച്ച് രാത്രി ഇൻഷാ അല്ലാഹ് നമുക്ക് ധാരാളമായി സുഗന്ധം ഉപയോഗിക്കാം. വലിയ സുന്നത്താണ്. അപ്പോൾ ആ സുന്നത്ത് നമ്മൾ കളയണ്ട. അത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും പറ്റും. ആ നിസ്കാര കുപ്പായയിലും ആ മുസല്ലയിലൊക്കെ സുഗന്ധം ഇങ്ങനെ പൂശിയാണ്. വലിയ റാഹത്താണ്, വലിയ സുന്നത്തുള്ള കാര്യമാണ്. ഒഴിവാക്കണ്ട. ഒമ്പതാമത്തെ കാര്യം സുഗന്ധം ഉപയോഗിക്കൽ. പത്താമത്തെ ഒരു കാര്യം, ചില സ്ത്രീകൾ സംശയം ചോദിക്കാറുണ്ട്. ഉംറക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ഈ സംശയത്തിൽ പെട്ടതാണ്. ചില സ്ത്രീകൾ സംശയം ചോദിക്കാറുണ്ട്. അവരൊക്കെ ചോദിക്കുന്നത് അവരുടെ ഈമാനിൻ്റെ ഒരു കടികട്ടി കൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത്. ഓരോ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്, എൻ്റെ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത് അവരുടെ ഈമാൻ്റെ കടികട്ടി കൊണ്ടാണ്. ഞങ്ങൾക്ക് ഈ 30 നോമ്പ് നോക്കണം, അതിനെന്താ ഒരു വഴി? ഞങ്ങളൊന്ന് പറയണം. ഞങ്ങൾ ഇങ്ങനെ ഒരു കുറുക്ക് വഴി ഉപയോഗിക്കുന്നുണ്ട്, അത് തെറ്റുണ്ടോ? എന്താണ് ആ വഴി നിങ്ങൾക്ക് പറയണം, മനസ്സിലാക്കണോ? എന്താണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ 30 നോമ്പെടുക്കാൻ ഞങ്ങൾക്ക് പീരീഡ്സിൻ്റെ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അതിനുള്ള മെഡിസിൻ ഉണ്ട്, അത് കുടിച്ചുകൊണ്ട്, മെഡിസിൻ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അതാണ് സംശയം. എൻ്റെ സഹോദരിമാരുടെ സംശയമാണ്. അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ?
പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് 30 നോമ്പങ്ങ് എടുക്കാൻ പറ്റുമോന്ന്. അതിൻ്റെ മസാലപരമായിട്ടുള്ള കാര്യം നമ്മളെ ശരീരത്തെ ഈ മരുന്ന് കുടിച്ചുകൊണ്ട് നമ്മളെ ശരീരത്തെ അതിനെ സ്റ്റോപ്പ് ചെയ്യലാണല്ലോ. ഈ പീരീഡ്സിൻ്റെ സമയത്തുള്ള ഈ ബ്ലഡ് അത് പുറന്തള്ളേണ്ടതാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് പുറന്തള്ളേണ്ട രക്തമാണ്. എന്നാലുള്ള ശരീരത്തിൻ്റെ വേസ്റ്റായ രക്തമാണ്. അത് പുറന്തള്ളുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ശരീരത്തിന് അത് എഫക്റ്റ് ചെയ്യും. അത് പ്രയാസമാണ്. അത് വലിയ രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അത് വലിയ രോഗങ്ങൾ കൊണ്ടെത്തിക്കുമെങ്കിൽ ആ ശരീരത്തിനോട് ചെയ്യുന്നൊരു ക്രൂരതയാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് അത് പറ്റില്ല എന്ന് തന്നെയാണ് ശർഈയായ മസ്അല. അത് പറ്റില്ല എന്ന് തന്നെയാണ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നോമ്പ് പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇസ്ലാം ഒരിക്കലും നമ്മളെ ഗുഡ്സാക്കുന്നില്ല. ഇസ്ലാം ഒരിക്കലും നമ്മളെ ഗുഡ്സാക്കുന്നില്ല എൻ്റെ മുഅ്മിനീങ്ങളെ. അതിന് വേറൊരു ഓപ്ഷനുണ്ട്. അത് നോറ്റ് വീട്ടാനുള്ള ഓപ്ഷനുണ്ട്. ഈ റമദാനിൽ തന്നെ നോക്കണമെന്നില്ലല്ലോ. നമ്മളൊരിക്കലും ഗുഡ്സാക്കുന്നില്ല. എല്ലാത്തിനും ഒരു റുക്സകളുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 10 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ റമദാനിൻ്റെ മുന്നൊരുക്കമായിട്ട് ഇന്നത്തെ രാവിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ 10 കാര്യങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. നോട്ട് ചെയ്യണം. ഒരിക്കലും വിട്ടുപോകരുത്. ഇനിയും ധാരാളം മസാലകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാനിൽ ഓരോരോ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കുറച്ച് ദുആകളും ഇൻഷാ അല്ലാഹ് റമദാനിൽ ചൊല്ലേണ്ട ദിക്റുകളും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പരിചയപ്പെടാം. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ദുആ റമദാനിലെ എല്ലാ ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കേണ്ട ദുആ, കൊണ്ടുവരേണ്ട ദുആ ഏതാണ്? ദുആ അല്ലാഹുമ്മ ജഅൽ ഹാദ الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. രണ്ടാമത്തെ ദുആ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ അഅ്തിക് റികാബനാ വരികാബ ആബാഇനാ വഉമ്മഹാതിനാ വമൻ തഅല്ലഖു ബിനാ മിനദ്ദൈനി വൽ മളാലിമി വന്നാർ. 30 ദിവസവും നമ്മൾ ദുആ ചെയ്യണം. ഈ രണ്ട് ദുആഇനെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീടോ ഇൻഷാ അല്ലാഹ് ഈ ദിക്റിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏതാണ് ദിക്റ്? 30 ദിവസവും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലേണ്ട ദിക്റ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇൻഷാ അല്ലാഹ് ഇനി ആദ്യത്തെ പത്തില് ഇൻഷാ അല്ലാഹ് നമ്മൾ എപ്പോഴും നമ്മൾ ദായിമാക്കേണ്ട ദിക്റ് ഓരോരോ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലേണ്ട ദിക്റ് اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യത്തെ രാവിലെ ഇന്നത്തെ രാവിലെ നമ്മൾ ചൊല്ലേണ്ട നമ്മൾ ചെയ്യേണ്ട ദുആ ഇൻഷാ അല്ലാഹ് വലിയ ശ്രദ്ധ ലഭിക്കാൻ ഈ റമളാൻ 30ലും ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ നിഅമത്തുകൾ ലഭിക്കാൻ വലിയ റാഹത്ത് ലഭിക്കാൻ നമ്മൾ ഇന്നത്തെ ആദ്യ രാവിലെ നമ്മൾ ചൊല്ലേണ്ട ദുആ പഠിച്ചു വെക്കണേ. നിങ്ങൾ ചൊല്ലണേ. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എൻ്റെ കൂടെ നിങ്ങൾ ദുആ ചെയ്യേ. അല്ലാഹുമ്മ ജഅൽ സിയാമി സിയാമുസ് സായിമീൻ വഖിയാമി
قيام القائمين ونبهني عن نومة الغافلين يا إله العالمين يا خير الناصرين. ഈ ദുആഇന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവിൽ ആദ്യ രാവിൽ നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ പവിത്രമാക്കപ്പെട്ട റമളാൻ വരുമ്പോൾ മുന്നൊരുക്കമായി ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യണം. വിട്ടുപോകരുത്, ഒഴിവാക്കി കളയണ്ട, തട്ടി നീക്കണ്ട. ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാഹുവേ നീ സ്വീകരിക്കണം. ഈ ദിക്റുകളും ദുആകളും ഒക്കെ ഞങ്ങൾ ചെയ്യാനും ജീവിതത്തിൽ പകർത്താനും ഞങ്ങൾ തീരുമാനിച്ച് അല്ലാഹ് നീ സ്വീകരിക്കണം. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകണ്ട, നിങ്ങൾ മറന്നു പോകണ്ട. ഓരോരോ ദുആകൾ ഇന്ന് പതിവാക്കേണ്ട ദുആ. രണ്ടാമതായിട്ട് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിനെ സ്വാഗതം ചെയ്യുമ്പോൾ ചെയ്തിരുന്ന ദുആ. 3 ദുആകൾ. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് റമളാനിൽ നല്ല ആഫിയത്ത് ലഭിക്കാൻ, നല്ല ഖുവ്വത്ത് ലഭിക്കാൻ റമളാൻ 30 പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ നോറ്റുവിട്ടാനുള്ള ദുആ, പവർഫുള്ളായിട്ടുള്ള ദുആ പറഞ്ഞ് പിന്നീട് നമ്മൾ പറഞ്ഞത് സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം, സൂറത്തുൽ ഫതഹിൻ്റെ പാരായണം പിന്നീട് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് ആശംസകൾ കൈമാറാൻ, റമളാനിൻ്റെ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ ഇന്നത്തെ രാവിലെ. പിന്നീട് നമ്മൾ പറഞ്ഞത് എല്ലാ റമളാനിൽ എല്ലാ ദിവസവും രാത്രി കുളിക്കേണ്ട കാര്യം സുന്നത്താണ്, വലിയ സുന്നത്താണത്. പിന്നീട് നമ്മൾ പറഞ്ഞത് നോമ്പിൻ്റെ നെയ്യത്തിൻ്റെ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിട്ടുപോകാത്ത കാര്യങ്ങൾ. നമ്മൾ നോമ്പ് മൊത്തം ബാത്തിലായി പോവും ചില ആളുകളെ കണ്ടത്. കാരണം ഇന്നത്തെ രാവിലെ തന്നെയാണ് നിയ്യത്ത് വെക്കുക, നോമ്പ് 30 ഞാൻ നോറ്റു. അത് മാലിക്കി മദ്ഹബ് പ്രകാരമാണ്. നോമ്പ് 30 ഞാൻ നോറ്റുവിട്ടുന്നു എന്ന് നിയ്യത്ത് വെക്കുന്ന ഷാഫി മദ്ഹബിൽപ്പെട്ട ആളുകൾ തന്നെയുണ്ട്. അത് മാലിക്കി മദ്ഹബ് പ്രകാരമാണ് അങ്ങനെയുള്ള നിയ്യത്ത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പ് 30 നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. 9ാമതായി നമ്മൾ പറഞ്ഞത് സുഗന്ധം ഉപയോഗിക്കേണ്ട കാര്യം. റമളാനിലെ രാത്രികളിൽ, പകലിലല്ലോ, രാത്രിയിൽ സുഗന്ധം ഉപയോഗിക്കൽ വലിയ ശ്രദ്ധയുള്ളതാണ്, വലിയ സുന്നത്തുള്ളതാണ്. ഹബീബായ തങ്ങൾ സുഗന്ധത്തിൻ്റെ മേൽ വലിയ ഇഷ്ടം വെച്ചിരുന്നു. ഹബീബായ തങ്ങൾ സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടി, സുഗന്ധം വാങ്ങാൻ വേണ്ടി പണം ധാരാളമായി ചെലവഴിച്ചിരുന്നു. ഹദീസുകൾ നമുക്ക് കാണാം. സുഗന്ധത്തെ വലിയ ഇഷ്ടം വെച്ചിരുന്നു ഹബീബായ തങ്ങൾ. 10ാമതായിട്ട് നമ്മൾ പറഞ്ഞത് മെൻസസ്സുള്ള, പീരിയഡ്സുള്ള സ്ത്രീകളുടെ കാര്യങ്ങൾ, അതിൻ്റെ മസാലകൾ ഇൻഷാ അല്ലാഹു എല്ലാം ഉൾക്കൊള്ളാനും അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് നിന്ന് അനുഗ്രഹിക്കണം. അല്ലാഹ് ഇൻഷാ അല്ലാഹ് പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്‌ലിസിലേക്ക് വിളിക്കുന്നത്. ഇനി എന്നാണ് തങ്ങൾ ഇരിക്കുന്നത്, കൺസൾട്ടിങ്ങിനായി ഇരിക്കുന്നത്? ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ്. ഇനി ഇരിക്കുന്നത് അടുത്ത ശനിയാഴ്ച, തലനോമ്പ് 3 കഴിഞ്ഞിട്ടുള്ള വരുന്ന ശനിയാഴ്ചയാണ് ഇനി കൺസൾട്ടിങ്ങിനായിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ആയിരിക്കും കൺസൾട്ടിങ്ങിൻ്റെ സമയം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.